കാർണവർ കൊലക്കേസ് പ്രതി ഷെറിന്റെ ജയിൽവാസം പുറത്തു പറഞ്ഞ സഹ തടവുകാരി സുനിതയ്ക്ക് പ്രതീക്ഷ നീതി ലഭിക്കണമെന്ന് തന്നെയാണ്. ജയിലിൽ മസാല ദോശ വേണം, ബിരിയാണി വേണമെന്നെല്ലാം ഷെറിൻ ഉദ്യോഗസ്ഥരോട് പറയും. തൊട്ടു പിന്നാലെ അതെല്ലാം ഉദ്യോഗസ്ഥർ എത്തിച്ചു കൊടുത്തു. ബോബി ചെമ്മണ്ണൂരിനൊക്കെ ജയിലിൽ വഴിവിട്ട് സഹായം ചെയ്തതിന് ഉദ്യോഗസ്ഥർക്കെതിരെ എത്ര വേഗത്തിലാണ് നടപടി വന്നത്. എന്നാൽ ഷെറിന് സഹായം ചെയ്ത ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ എന്താണ് നടപടി എടുക്കാത്തതെന്നാണ് സുനിതയുടെ ചോദ്യം. ഈ ചോദ്യം ന്യായമല്ലേ? ഇത്ര പെട്ടെന്ന് മന്ത്രിസഭയൊക്കെ ചേർന്ന് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്തിനാണ്? ഷെറിനെതിരെ ജയിലിൽ പരാതി നൽകാനുള്ള കാരണങ്ങൾ തുറന്നു പറഞ്ഞ സുനിതയ്ക്ക് ഒരഭിപ്രായമേ ഉള്ളൂ: നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്ന്. എനിക്ക് പേടിയില്ല. ഞാൻ ഇതെല്ലാം തുറന്നു പറഞ്ഞതിനും പരാതി നൽകിയതിനും എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്ന പ്രതീക്ഷ മാത്രമാണുള്ളതെന്നാണ് സുനിത പറയുന്നത്. ഇത്രയും സ്വാധീനമുള്ള ഒരാളെ പറ്റി പരാതി കൊടുത്തത് അനീതിക്കെതിരെ പോരാടണമെന്ന തീരുമാനത്തിൽ മാത്രമായിരുന്നു. മിണ്ടാതിരിക്കാൻ വീട്ടുകാർ പറഞ്ഞെങ്കിലും എന്റെ പോരാട്ടത്തിന് ഫലമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഭാസ്കരകാരനവർ വധക്കേസിലെ പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകി ജയിലിൽ നിന്ന് വിട്ടയക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് വലിയ വിവാദത്തിന് വഴിയൊരുക്കിയതിന് തൊട്ടു പിന്നാലെയാണ് സുനിതയുടെ ഈ വെളിപ്പെടുത്തലുണ്ടായത്. ഷെറിനെ സർക്കാർ സഹായിക്കുന്നുവെന്ന് പ്രതിപക്ഷ ആരോപണം ഉയർത്തിയിരുന്നു. പിന്നാലെയാണ് ജയിലിലും ഷെറിന് വഴിവിട്ട സഹായം നൽകിയെന്ന വെളിപ്പെടുത്തലുമായി സുനിത രംഗത്തെത്തിയത്. ജയിലിലെ ഉദ്യോഗസ്ഥർ ഷെറിന് VIP പരിഗണന നൽകിയതിന്റെ ക്ലൈമാക്സ് ആണ് മന്ത്രിസഭാ യോഗത്തിലൂടെ പുറത്തു വന്നതെന്നാണ് സുനിത പറയുന്നത്. എന്തുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം ഷെറിന് തുണയായത്? ഷെറിന് ജയിലിൽ എന്തെല്ലാം സഹായം കിട്ടി? ആരെല്ലാമാണ് പിന്തുണ നൽകിയത്? ഗണേഷ് കുമാറുമായി ഷെറിന് ബന്ധമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം സുനിതയുടെ പക്കൽ മറുപടിയുണ്ട്.